ഏതായാലും ഒരൊറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബംഗാളിൽ 35 വർഷം അല്ലേ, 35 വർഷത്തെ ഒരു നിരന്തര ഭരണത്തിന് ശേഷമാണ് ബംഗാളിൽ നിന്ന് കുറ്റിയേറ്റ് പോയത്. അതേപോലെ ഒരു 10-15 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് ത്രിപുരയിൽ നിന്ന് കുറ്റിയേറ്റ് പോയത്. ഒരു സീറ്റ് പോലും കിട്ടാതെ. കേരളത്തിൽ ഇതാ 10 വർഷത്തെ പിണറായി വിജയന്റെ നെറികെട്ട ഭരണം, ഗുണ്ടാഭരണം. അതിന്റെ ഫലമായിട്ട് പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നിന്ന് പോകുകയാണ്. അതിന്റെ തുടക്കമായി കഴിഞ്ഞു. തുടക്കം നേരത്തെ ആയി കഴിഞ്ഞു. അതിങ്ങനെ ഒലിച്ചു പോവുകയാണ്. ആ ഒലിച്ചുപോക്കിന് ആക്കം കൂട്ടിക്കൊണ്ടാണ് സുധാകരൻ സഖാവ് പാർട്ടി വിടുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ അമ്പലപ്പുഴയിലെ പ്രശ്നം മാത്രമല്ല ഇത്. യഥാർത്ഥത്തിൽ സുധാകരൻ സഖാവ് നേർക്കുനേർ എതിരിടുന്നത് ആലപ്പുഴയിലെ പാർട്ടി ക്രിമിനലൈസ് ചെയ്ത പാർട്ടി അല്ലേ, ക്രിമിനലുകളായി മാറിയ, അധോലോക സംഘമായി മാറിയ പാർട്ടിയിലെ നേതാക്കന്മാർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആദർശങ്ങൾ പണയപ്പെടുത്തുന്ന അഴിമതിക്കാരായ നേതാക്കൾ, അവർക്കെതിരെയാണ് ജി സുധാകരൻ ഇറങ്ങി വന്നതും ജി സുധാകരൻ പടപുരുതാൻ വേണ്ടി പോകുന്നതും. പക്ഷെ ജി സുധാകരന്റെ ഈ ഇറങ്ങി വരവ് എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാകെ 140 മണ്ഡലങ്ങളിലും ജി സുധാകരന്റെ നിലപാടുകൾ, ജി സുധാകരന്റെ ഈ ഇറങ്ങി വരവ് ചർച്ച ചെയ്യും. ഇവിടെ സലാം പറയുന്നത് 15 പേർ കൂടി സുധാകരനൊപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ചർച്ചയിൽ നമ്മളെ ജയശങ്കർ വക്കീൽ പറഞ്ഞു, സലാം അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത്. ഒരാൾ പോലും, സുധാകരന്റെ നിഴൽ പോലും സുധാകരന്റെ കൂടെ ഉണ്ടാവില്ല എന്നാണ് ആദർശശാലി എന്ന് നടിക്കുന്ന ആര് പറയേണ്ടത്? സലാം പറയേണ്ടിയിരുന്നത്. പക്ഷെ സലാം പറയുന്നത് 15 പേർ കൂടി ഉണ്ടാവില്ല. എന്റെ സലാമേ, തന്നോടൊപ്പം ആരെങ്കിലും ഉണ്ടാവും?